നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ പണിമുടക്കായിരുന്നു. ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിറങ്ങിയ പകുതി മുക്കാൽ ആളുകൾക്കും ഇത് എന്തിനു വേണ്ടിയാണെന്നോ ആർക്കെതിരെ നടത്തിയതായിരുന്നോ എന്നോ വലിയ ധാരണ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാണിച്ചു കൂട്ടിയ പോക്കിരിത്തരങ്ങളിലോ തെമ്മാടിത്തരങ്ങളിലോ യാതൊരു വിട്ടുവീഴ്ചയും ഇവമാർ വരുത്തിയിട്ടുമില്ല. സാധാരണക്കാർക്ക് നേരെ ഒരു അയവുമില്ലാതെയാണ് ഇവർ ഇന്നലെ ഇടിച്ചു കയറിയത്. എന്നാൽ ഒരു സൈഡിൽ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും എന്നാൽ മറ്റൊരു സൈഡിൽ സർക്കാർ ജീവനക്കാർക്കും തങ്ങൾക്കും പ്രവൃത്തി ദിവസമായി പ്രഖ്യാപിക്കുകയും ചെയ്ത സർക്കാരിനെതിരെ ഇവമാർ ശബ്ദിച്ചിട്ട് പോലുമില്ല. എന്നാൽ സർക്കാർ ഓഫീസുകളിൽ കയറി നിരങ്ങി ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിക്കടിക്കുന്ന ഒരു കൂട്ടം തെമ്മാടികളെ കാണാനും സാധിച്ചു. നേരെ മറിച്ച് പോലീസ് ഏമാന്മാരെ നോക്കിയാലോ, ഞാനൊന്നും കണ്ടില്ല രാമനാരായണ എന്നും ചൊല്ലി ഏതോ മാളത്തിൽ പോയി ഒളിക്കുകയാണ്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല, അവരിവിടെ നിസ്സഹായരാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസത്തെ പണിമുടക്ക് സമരം ആകെ നഷ്ടങ്ങൾ വരുത്തി വെച്ചത് സാധാരണക്കാരായ ഇവമാരെയൊക്കെ വോട്ട് ചെയ്ത് മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരുത്തുന്ന ജനങ്ങൾക്ക് മാത്രമാണ്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾക്കതിന് ഉത്തരം നൽകാൻ സാധിക്കുമോ? സമാധാനപരമായി നമ്മുടെ രാജ്യത്ത് സമരം ചെയ്യാം, പ്രതിഷേധിക്കാം, പണിമുടക്കാം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അത് നമ്മുടെ പരമോന്നത നീതിപീഠം അഥവാ സുപ്രീം കോടതി തന്നെ പറഞ്ഞതുമാണ്. എന്നാൽ നമ്മുടെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് സമരം നടത്തുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ജോലി ചെയ്യണം, എനിക്ക് വരുമാനം വേണം എന്ന് കരുതി തൊഴിൽ ചെയ്യാൻ ഇറങ്ങുന്നവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നത്? സമരം ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം താല്പര്യമല്ലേ? അതിനോട് യോജിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ? ഉത്തരം തരാൻ സാധിക്കുമോ? അതുപോലെ അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യം അതും നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു സമരത്തിനും അത് തടയാമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലോ നിയമവ്യവസ്ഥയിലോ ഇല്ല. അപ്പോൾ നിങ്ങൾ അത് തടയുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം, ഇവിടെ സമരം അല്ലെങ്കിൽ ബന്ധമൊക്കെ നടക്കുന്ന സമയത്ത് പുറത്തിറങ്ങുന്നത് വളരെ കരുതലോടെ വേണമെന്ന്. ഇക്കാര്യത്തിൽ ബോധവാന്മാരായിട്ട് പോലും അവർ പുറത്തിറങ്ങണമെങ്കിൽ അത് അത്രയ്ക്ക് അത്യാവശ്യം വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കും. അറിഞ്ഞു എങ്കിലും കീമോ ചെയ്യേണ്ട ഡേറ്റാ, ഇന്നേരം പോയല്ലേ പറ്റൂ. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്തെത്തി റെയിൽവേ സ്റ്റേഷനുകളിൽ പെട്ടുകിടക്കുന്ന എത്ര പേരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് മാത്രമല്ല, ഇന്നലെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളെ നമുക്കൊന്ന് പരിശോധിക്കാം. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ദേഷ്യം തോന്നിയ അല്ലെങ്കിൽ ആശങ്ക തോന്നിയ ചില വാർത്തകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അതായത്, കോഴിക്കോട് മുക്കം മാർക്കറ്റിലെ മീൻ കടയിലെത്തി സമര അനുകൂലികൾ ഭീഷണി മുഴക്കുകയാണ്. കടയടച്ചില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നും കത്തിക്കുമെന്നുമാണ് തെമ്മാടികളുടെ ഭീഷണി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CATU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ T വിശ്വനാഥനാണ് തെമ്മാടികളുടെ നേതാവ്. അഖിലേന്ത്യാ പണിമുടക്കിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്നും അതിനിടെ കട തുറക്കാൻ ആര് പറഞ്ഞെന്നും ചോദിച്ചാണ് പണിമുടക്ക് അനുകൂലികൾ എത്തിയത്. വിൽപ്പന നിർത്തിയില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മണ്ണെണ്ണ കയ്യിലുണ്ട്, ഒഴിക്കാൻ മടിക്കില്ലെന്ന ഭീഷണി കൂടി ഉയർന്നതോടെ വ്യാപാരി മീനുകൾ തട്ടിൽ നിന്നും എടുത്തു മാറ്റുന്നു. സമരത്തിന്റെ പേരും പറഞ്ഞ് അസല് ഗുണ്ടായിസമാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ മീൻകട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ന് വിറ്റ് പോയാലായി തീരെ ലൈഫില്ലാത്ത ഒരു കച്ചവടമാണത്. പണിയെടുക്കുന്നവരെ കൂടി ഇവന്മാർ സമ്മതിക്കില്ല. മുക്കത്തെ മിനി സിവിൽ സ്റ്റേഷനും പ്രദേശത്ത് തുറന്ന മാളും സമരാനുകൂലികളുടെ പ്രതിഷേധത്തിൽ രാവിലെ തന്നെ പൂട്ടിച്ചിരുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ് തുറന്നു പ്രവർത്തിച്ച മാളും സമരാനുകൂലികൾ അടപ്പിച്ചത്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലുള്ള ഭക്ഷണശാലയും അടപ്പിച്ചു. ബാംഗ്ലൂരുവിൽ നിന്നടക്കം വന്ന ദീർഘദൂര ബസ്സുകളും തടയുന്ന സ്ഥിതിയുണ്ടായി. KSRTC സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലടക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പലയിടത്തും സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി. ചിലയിടങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം സമരാനുകൂലികൾ തടസ്സപ്പെടുത്തി. ഇതോടെയും തീർന്നില്ല. പത്തനാപുരത്ത് ഔഷധി പൂട്ടിക്കാൻ സമരക്കാർ ശ്രമിച്ചു. ആശുപത്രികളിലേക്ക് മരുന്നെത്തിക്കുന്ന അവശ്യ സർവീസായ ഔഷധിയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബലമായി പുറത്തിറക്കി.
ഇതിന്റെയൊക്കെ പിന്നിലെ ലോജിക്കാണ് മനസ്സിലാകാത്തത്. ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് ആയ മെഡിക്കൽ നീഡ്സിന് പോലും ഇവന്മാർ ഇത്തരം കാട്ടായങ്ങൾ കാട്ടി തടഞ്ഞു വെക്കണമെങ്കിൽ എത്രത്തോളം ഉണ്ട് ഇവരുടെയൊക്കെ ബോധം. ഇതൊന്നും കൂടാതെ കൊല്ലത്ത് നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയ KSRTC ബസ് കണ്ടക്ടർ ശ്രീകാന്തിനെ പണിമുടക്ക് ദിവസം സർവീസ് നടത്തിയത് ചോദ്യം ചെയ്ത് സമരക്കാർ മർദ്ദിച്ചതായി പരാതിയും ലഭിച്ചിട്ടുണ്ട്. അതിൽ നടപടിയൊന്നും എന്തായാലും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും പരമ്പരാഗത രീതികളൊന്നും നേതാക്കന്മാർ വിട്ടിട്ടില്ല എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ CITUകാർ തടഞ്ഞു വെച്ചു. ജീവനക്കാർ എത്തിയെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ഗേറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടുങ്ങോം GHSൽ ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റ് സമരാനുകൂലികൾ അഴിച്ചുവിട്ടു. KPSTA, HSTA യൂണിയനുകളിൽപ്പെട്ട 15 അധ്യാപകരാണ് ഹാജരായത്. സമരാനുകൂലികൾ സ്കൂളിൽ കയറി ബഹളമുണ്ടാക്കി. ഇതിനിടയിലാണ് കാർ ഉൾപ്പെടെ 7 വാഹനങ്ങളുടെ കാറ്റ് അഴിച്ചുവിട്ടത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അധ്യാപകർ അപ്പോഴും സ്കൂളിൽ തന്നെ തുടരുകയായിരുന്നു. കൂടാതെ കാസർഗോഡ് വെള്ളരിക്കുണ്ട് പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയെ സമരാനുകൂലികൾ മുറിയിൽ പൂട്ടിയിട്ട സാഹചര്യം വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. രാവിലെ 10 മണിയോടെ സംഘടിച്ചെത്തിയ ഇടത് നേതാക്കളാണ് അധ്യാപിക സിജിയെ ഓഫീസിൽ പൂട്ടിയിട്ടത്. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന അധ്യാപികയുമായി സമരാനുകൂലികൾ വാക്കേറ്റവും നടത്തി. പിന്നീട് പോലീസ് എത്തിയാണ് ഈ വാതിൽ തുറന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപിക പറഞ്ഞു. അതിനിടെ അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുമുന്നണി കൺവീനറായ TP രാമകൃഷ്ണൻ രംഗത്തെത്തുകയാണ്. പണിമുടക്കിനെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകും. അതാണ് ചെറിയ തോതിൽ കാണുന്നത്. നടക്കുന്നത് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 മാസക്കാലമായി പണിമുടക്കിന് വേണ്ടി ക്യാമ്പയിൻ നടക്കുന്ന ഒരു തൊഴിലാളി, അവരെ മുമ്പിൽ ഈ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രതികരണങ്ങളുണ്ടാകും. ഇന്ന് പണിയെടുക്കാൻ പാടില്ല. 5 മാസം പ്രചാരണം നടത്തിയാണ് പണിമുടക്ക് നടക്കുന്നത്. KSRTCയിലെ തൊഴിലാളി സംഘടനകൾ നോട്ടീസ് നൽകേണ്ടത് മന്ത്രിക്കല്ല CMDക്കാണ്. ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളി അനുകൂല നിലപാടാണ്. കൂടുതൽ വിവാദത്തിന് ഇല്ല. ഇത്തരം വിഷയങ്ങൾ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എങ്ങനെയുണ്ട് ഇവന്മാരുടെയൊക്കെ നിലവാരം? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു പൗരനോട് പണിയെടുക്കണം അല്ലെങ്കിൽ എടുക്കണ്ട എന്ന് പറയാൻ ഇവനൊക്കെ ആരാണ്? പണിയെടുക്കാതെ ഇരുന്നാൽ ഈ പറയുന്ന ഇവന്മാരൊക്കെ ഇവരുടെ വീട്ടിലേക്ക് ചെലവിനുള്ളത് കൊടുക്കുമോ? കിട്ടാൻ അർഹതയുള്ളത് പോലും ഇവന്റെ ഒന്നും സർക്കാർ കൊടുക്കുന്നില്ല. പിന്നെയാണല്ലോ ചെലവ്. എന്നാലും ഈ സമരം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെ? ഇപ്പോ ഇവർ ആർക്കെതിരെയാണ് ഈ ഗുണ്ടായുസം കാണിക്കുന്നത്? അതും തൊഴിലാളികൾക്ക് നേരെ. എന്തൊരു മനോഹരമായ രീതികളാണല്ലേ. എന്തായാലും ഇതിനെല്ലാം ഉത്തരം നൽകാൻ നമ്മുടെ സർക്കാർ കൂടി ബാധ്യസ്ഥരാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്നൊരു പഴയ ലേബൽ ഉള്ളത് കൊണ്ടും ഇവർക്ക് ഈ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടാൻ പൂർണ്ണ പിന്തുണ നൽകിയത് കൊണ്ടും ഇപ്പോഴത്തെ ഈ ഉയർത്തിപ്പിടിച്ച സകല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പിന്നെ പോലീസുകാർ, അവരിവിടെ നമുക്ക് കുറ്റം പറയാനേ ആകില്ല. സമരക്കാരുടെ ഗുണ്ടായുസത്തിന് നേരെ നടപടി വല്ലതും അബദ്ധവശാൽ പോലും എടുത്താൽ അവരുടെ തലയ്ക്ക് മീതെ പിന്നെ തൊപ്പി കാണില്ല. നിസ്സഹായരാണ്. നമ്മളെപ്പോലെ തന്നെ കുടുംബമായി ജീവിക്കുന്നവരാണ്. എന്തായാലും പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ കഷ്ടം തന്നെയാണ് ഈ കേരളത്തിലെ കാര്യം. ഇന്ത്യ ഒട്ടാകെ ആഹ്വാനം ചെയ്തൊരു സമരം, അത് എന്തിനാണെന്ന് പോലും അറിയാതെ കോമാളിത്തരം കാട്ടിക്കൂട്ടുന്ന കേരളത്തിലെ ചില പ്രമുഖർ, അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഒരു സർക്കാരും. ഇപ്പൊ ആകെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ കോമാളികൾ വീണ്ടും വരല്ലേ എന്ന്. നിങ്ങൾക്കോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.